ഇതെൻ്റെ ഡോഗാണ് കേട്ടോ. അപ്പോൾ ഇവള് പ്രസവിച്ച് 5 കുട്ടികളാണ്, 4 മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ അതെ ഒരെണ്ണം ഇതാണ്, മുഖത്ത് മൊത്തം ബൈക്കിൻ്റെ ഇടയിൽ നിന്ന് ഗ്രീസും വെച്ച്. ഇവരുണ്ട കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് തലക്കുഞ്ഞാണ്, തക്കുടെന്ന് വിളിക്കണത്. ക്യാമറ കണ്ടപ്പോൾ തന്നെ ഉണ്ട് ആശാൻ ഭയങ്കര മടിയിലാണ്ട, വെറുതെ ഓടി വെറുതെ പോയി മറിഞ്ഞേക്ക് വീഴും. ഇത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് നിങ്ങളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കൂട്ട. ഇത് രണ്ടാമത്തെ ഇതാണിത്. ഇതും കുഴപ്പമില്ല, ഇത് മാത്രമാണ് ഒരു വെറൈറ്റി കളറുള്ളത്, മിക്സഡായിട്ടുള്ള മെയിലിൻ്റെ ഫീമെയിലിൻ്റെ സെയിം കളർ. ബാക്കിയെല്ലാം മെയിലിൻ്റെ സെയിം കളറാണുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ ഒരുമിച്ച് വളർത്താനുള്ളൊരു സ്പേസും എല്ലാം നമുക്കില്ല. പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്നുള്ളൊരു ചോയ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് 2 മന്ത് ഓൾഡായിട്ടാണ്, 2 മാസം പ്രായമായി ഇപ്പോൾ. അപ്പോൾ ഈ 2 മാസം അത്യാവശ്യം ഫുഡൊക്കെ എടുക്കുന്നൊരു പ്രായത്തിലേക്ക് എത്തിയപ്പോൾ ഇത് 3ാമത്തെ ഉണ്ട്. കറക്റ്റൊരു നാടൻ നായയുടെ ഒരു ലുക്കാണ്. അത്യാവശ്യം ആക്റ്റീവ് ഉണ്ടല്ലോ, എല്ലാം ഓടിച്ചാടി നല്ല ആക്റ്റീവായിട്ടുള്ളതും നല്ല ഹെൽത്തിയുമാണെല്ലാം. ആദ്യം ഒരു 2 മാസം ഫുള്ള് പാലും എല്ലാം മേടിച്ചു കൊടുക്കും. ഇപ്പോൾ അതേ ഫുഡ് കഴിക്കാനുള്ള ഒരു പ്രായത്തിലേക്ക് വന്ന് തുടങ്ങിയല്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നായക്കുട്ടീനെയൊക്കെ വീട്ടിൽ വളർത്തുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. കാരണം ഈ മോഷണവും എല്ലാം ഉള്ളൊരു സമയത്ത് എന്തുകൊണ്ടൊരു ബെസ്റ്റ് ചോയ്സാണത്. പിന്നെ ഈ ഹൈബ്രിഡും നല്ല ബ്രീഡും മേടിച്ച് വളർത്തുന്നതിൽ എപ്പോഴും ബെറ്റർ ഇതേപോലുള്ള നാടൻ നായ്ക്കളാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് പ്രതിരോധശേഷി കൂടുതലാണ്, പിന്നെ ബുദ്ധിയുള്ളവർക്കും. ഈ ഹൈബ്രിഡായിട്ടുള്ള ബ്രീഡ്സിനൊന്നും കുറേ എണ്ണത്തിനൊക്കെ വലിയ ബോധമൊന്നുമില്ല, മണ്ടൻ പട്ടികളായിക്കോളും. പിന്നെ അതുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലും ഭയങ്കര എക്സ്പെൻസീവ്. ഇതുങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് സ്വയം ഇതിന് വരുന്ന അസുഖമൊക്കെ സ്വയം ഇത് തന്നെ മാറ്റിയെടുത്തോളും. നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പേ വരാണ്ടിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട് എല്ലാവരും ചെയ്യുന്നത്, അത് മാത്രം ചെയ്താൽ മാത്രം മതി. അപ്പോൾ എറണാകുളം ജില്ലയാണ് സ്ഥലം. എറണാകുളം ജില്ലയിൽ ആർക്ക് വേണമെങ്കിലും കമൻ്റ് ചെയ്യുക, എവിടെയായാലും കുഴപ്പമില്ല, നമ്മൾ അവർക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ, വളർത്താൻ നായ്ക്കളെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. കാരണം നമുക്കിത് എല്ലാം വളർന്നു കഴിഞ്ഞാൽ സ്പേസൊക്കെ കുറവാണ് വീട്ടിൽ. ഇത് ഒരെണ്ണത്തിനൊക്കെ വളർത്തുന്ന പോലെ 5 എണ്ണത്തിനും ഇപ്പം ഫീമെയിലും ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ 6 ഡോഗാവും. 6 ഡോഗിനെയൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സ്പേസുള്ള വീടായിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ വീടിന് അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് 6 ഡോഗിനെ ഒരുമിച്ച് കെയർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആണിത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.